Welcome to Amritwani Live Speed Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Superstar. Hi. Hello. Ready? Judges. ഹലോ ഹായ് നമസ്തേ പാറു. നമസ്തേ ചേച്ചി. ഹായ്. എന്ത് പറ്റി ശബ്ദത്തിന്? എന്തോ രാവിലെ മുതൽ ഇങ്ങനെ ആണോ? രാത്രി ആയല്ലോ. നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ ജഡ്ജസ്, ഇന്നത്തെ എപ്പിസോഡില് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് ഒരു പാട്ട്. മഞ്ജരി ചേച്ചി റെഡി ആയിട്ടിരിക്കാന്ന്. ചേച്ചി ഒരു പാട്ട്, ഒരു 4 വരി പാടാം. യെസ്. വിമുഖ ശിഖര സേ ധാരാ ധായേ രാധാ ഹരി സമ്മുഖ ബാസുരിയാ ഹരി സാവരിയാ के राधा प्यारी सुनवारे बाजे मुरलिया बाजे बाजे रे मुरलिया बाजे बाजे मुरलिया बाजे बाजे रे मुरलिया बाजे अधर धरे मोहन मुरली पर अधर धरे मोहन मुरली पर होठ पे माया बिराजे बाजे मुरलिया बाजे बाजे रे मुरलिया बाजे बाजे मुरलिया बाजे बाजे रे मुरलिया बाजे मुरलिया बाजे मुरलिया बाजे ബ്യൂട്ടിഫുൾ ചേച്ചി, താങ്ക് യു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഓപ്പണിംഗ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കം പാട്ട് സെലക്ട് ചെയ്ത് തുടങ്ങിയാലോ? ജൂക്ക് ബോക്സ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അനഘ. സെലക്ട് ചെയ്യാന്നാ? റെഡിയാണോ? ടെൻഷൻ ഉണ്ടോ? കുറച്ച്. ഓക്കെ, നോക്കാം. നമുക്ക് 1 ആയിരിക്കോ 2 ആയിരിക്കോ 3 ആയിരിക്കോ? 3 ആയിരിക്കും. നോക്കാം. ഓക്കെ, ഏതാ? നമുക്ക് 3 ജഡ്ജസ് അല്ലേ? അപ്പൊ നമുക്ക് 3 സെലക്ട് ചെയ്യാം. മാർക്ക് കുറയ്ക്കും. ഞാൻ ആലോചിക്കായിരുന്നു MG അണ്ണനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്തേനെ. അത് ശരിയാ. അപ്പൊ ഞാൻ അതിന്റെ ഹാഫ് ആക്കിയേനെ. 2 എടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്പർ 3 ആണ് അനഘ choose എന്തായിരിക്കും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ? അതെ, നമുക്ക് നോക്കാം ഏത് പാട്ടാണ്. മറഞ്ഞു പോയതെന്ത്? ഓക്കെ അല്ലേ? തലകുലുക്കൽ എന്നിട്ടൊരു പേര്. അറിയോ അനഘ ഈ പാട്ട്? ട്രൈ ചെയ്യാം മാം. ഓക്കെ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. യെസ്, Thank you. ഓക്കെ. മറഞ്ഞു
നൈസ്. താങ്ക് യു മാം. ഗുഡ് ഗുഡ്. അനഘ പറയൂ. നമ്പർ 3 ചൂസ് ചെയ്തു, പാട്ട് കിട്ടി. എങ്ങനെ പാടാൻ പറ്റി? നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമുണ്ടായിരുന്നില്ല തോന്നുന്നു. ആ ചോദിക്കാന്നോ? ചോദിക്കാം. ചേച്ചി അനഘ മാം. നന്നായി പാടി. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു, സംഗതികളൊക്കെ നല്ല നൈസായിട്ട് വന്നു. ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്രേഷൻ, മനോഹരമായിട്ട് കഴിച്ചു. ഇതില് ഒട്ടുമിക്ക ഭാഗങ്ങളും ഓള് നന്നായി തന്നെ പാടി. എനിക്ക് ആ പല്ലവി തുടങ്ങിയ സമയത്താണ് ചെറിയതായിട്ടൊന്ന് ശ്രുതിയിലോട്ട് വീഴാമായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അല്ലാതെ മനോഹരമായിട്ട് പാടി. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. എന്തായാലും നമ്പർ 3 ചതിച്ചില്ല. അതെ. നല്ല സെലക്ഷൻ, നന്നായി പാടി മോളെ. Thank you. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. അനഖേ, സാർ. എന്തൊക്കെയായാലും നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടല്ലേ, അതുകൊണ്ടൊരു സന്തോഷമുണ്ട് എനിക്ക്. അനക്ക നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അനക്ക ഈ രണ്ടാമത്തെ മറഞ്ഞു പോയതെന്തേ എങ്ങനെ പാടുന്നേ? മറഞ്ഞു മറഞ്ഞു പോയതെന്തേ. മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയത് എവിടെ അല്ലേ? അപ്പൊ അതിലെന്താണ് ആ ഒരു ഫീൽ ഉള്ളത്? വിഷമം. വിഷമോ? വിഷമം. ആ, അപ്പൊ അതിന്റെ ഒരു വികാരം മനസ്സിലാവുന്നുണ്ട്. അതൊന്ന് ഉൾക്കൊണ്ട് പാടാമോ അനക്കെ? മറഞ്ഞു പോയതെന്തേ. ആ എന്തേ എന്തേ. ആ നോട്ടിൽ പിടിച്ചോണം കേട്ടോ. എന്തേ. ആ അത് കേട്ടിട്ടില്ലായിരുന്നു, ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പൊ പാടിയപ്പോഴും അത് പാടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിക്കോണം. അപ്പൊ അതല്ല നമുക്ക് അതിന്റെ ഒരു ക്യാരക്ടർ തരുന്നത്. ഓരോ കോമ്പസിഷന്റെയും ഉള്ളറിഞ്ഞ് പാടണം, അത്രേ ഉള്ളൂ. അനക്ക നന്നായിട്ട് തന്നെ പാടിയത്. പക്ഷെ എനിക്കിത് മിസ് ചെയ്ത ഒരു ടോട്ടൽ ഫീൽ എന്നുള്ള ഒരു ഐറ്റം എനിക്ക് മിസ്സിങ് ആയിരുന്നു. ആ ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ പാടിയ അനക്ക കേട്ടോ. താങ്ക് യു സാർ. ഷാനിക്ക. അനഘ, സാർ. ഇപ്പൊ ഈ പാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് മറഞ്ഞു പോയതെന്തേ അതൊന്ന് പാടിയ മോളെ. ആ മറ്റേ എന്റെ പല്ലവി പാടിയാ മതി. മറഞ്ഞു മറഞ്ഞു പോയതെന്തേ. നീ അകന്നു പോയതെവിടെ. ഒരു പൊടിക്ക് മൈക്ക് ദൂരെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യോ? മറഞ്ഞു പോയതെന്തേ. നീ അകന്നു പോയതെവിടെ. ലെവൽ ഇച്ചിരി കുറഞ്ഞു എന്നുള്ളൂ. പക്ഷെ വാക്കുകൾ കുറച്ചുകൂടെ, എസ്പെഷ്യലി മറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു നേസൽ ടോൺ വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ഒരു പൊടിക്ക് ഒന്ന് മൈക്കൊന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ അനക്ക് കുറച്ചുകൂടെ ലൈഫ് ആവാമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു പാട്ടിൽ കുറച്ചുകൂടെ ലൈഫ് ആവാമെന്ന് എനിക്ക് തോന്നി. കാരണം നല്ല ഫീലുള്ള ഒരു പാട്ടാണല്ലോ. എസ്പെഷ്യലി മറഞ്ഞു നീ അകന്നു പോയതെന്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും കൂടെ ഫീൽ ചെയ്യണമല്ലോ. അവർ പാട്ട് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി അടിപൊളിയായിരുന്നു അനക്ക. താങ്ക് യു സാർ. നോട്ട്സും കാര്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഫീലാണ് നമുക്കിവിടെ കുറച്ച് മിസ്സിങ് ആയിട്ട് തോന്നി. അതാണ് ശരത്തേട്ടൻ പറഞ്ഞത്. അപ്പം അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. കാരണം ഇനി നമുക്ക് അധികം സമയം ഇല്ല. അപ്പൊ അനക്ക കുറച്ചുകൂടെ ലൈഫ് ആവാം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. That's it. All the best. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. അനഘ, Ma'am. ഈ പെർഫോമൻസിന് 9.2. താങ്ക് യു മാം. താങ്ക് യു. ശരത് സാർ. എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ 9.2 തരുന്നു. ഷാനിക്ക. രണ്ടുപേരല്ലേ 9.2. താങ്ക് യു സാർ. അതാണോ? ഓക്കെ, സോ ടോട്ടൽ 18.4. താങ്ക് യു. ഓക്കെ. Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Judges, Yes. നമുക്കിനി അൺപ്ലഗ്ഡ് റൗണ്ടിലേക്ക് ആഹാ. ഓക്കെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റൗണ്ടാണ്. പാടാൻ വരുന്നത് ആരാന്നറിയോ? നമ്മുടെ യശ്. Okay, so let's welcome യശ്.
നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആയിരമുന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി, ആത്മദളത്തിൽ തുളുമ്പി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. നിരാലംബശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. ആ ആ ആ നീ ഉറങ്ങുന്ന നിരാലംബശയ്യയിൽ നിർനിദ്രമീ ഞാനൊഴുകി. രാഗപരാഗമുലർത്തുമത്തേൻ ചൊടി പൂവിലെന്നാദം മെഴുകി. അറിയാതെ നീ അറിയാതെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. നിരകരന് മനഗര നിരക നിരമാ ധനരഗമദ മരഗ ഗമദ മനെ ഗമദ നിരഗദ്ദഗാരി നിരനിദ മനെ സരമ പദമ ദാദ പമര നിരഗരി നിദമ മദനിദ മഗരിനെ നിരഗമദ നിരഗസ. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരഭിതൻ പദമായി. ദാഹിക്കുമെൻ ജീവതന്തുക്കളിൽ നവ്യഭാവമരന്തം വിതുമ്പി. താഴ്വരയിൽ നിന്റെ പുഷ്പതൽപങ്ങളിൽ താരാട്ടുപാട്ടായി ഒഴുകി. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾക്കെൻ്റെ താളം പകർന്നു ഞാൻ നൽകി. താളം പകർന്നു ഞാൻ നൽകി. അറിയാതെ നീ
നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ മനം ആരഭിതൻ പദമായി. ആഹാ നൈസ് നൈസ്. ഗുഡ് 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 ഗുഡ്. യെസ് യെസ് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ആയിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ. ശരത് സർ, യശ് പാടിയ ആ ഒരു നിമിഷത്തിന്റെ നിർവൃതിയിലാണ് ഞങ്ങളൊക്കെ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. യശേ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അത് ദാസേട്ടനുണ്ട്, ജാനകിയമ്മയുണ്ട്. രണ്ടും രണ്ട് മുത്തുകളാണ്. രണ്ടും ഒരേ ട്യൂണാണെങ്കിലും അവർ രണ്ടുപേരും പാടിയേക്കുന്ന അയ്യോ ലെവല്. അത് MSV സാറ്, അദ്ദേഹം ഏതി കൊണ്ട് കൈവച്ചാൽ ഇങ്ങനൊക്കെ തന്നെ ജനിക്കട്ടെ. എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ തലക്കനം ഒന്നുമില്ല. ചക്കര നീ നന്നായിട്ട് പാടിയടാ, താങ്ക് യു വളരെ സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഒരു കൂൾ അവസ്ഥ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. പക്ഷെ മനോഹരമായിട്ട് പാടി. എനിക്ക് ഈ നീ ഉറങ്ങുന്ന എനിക്ക് ആ തുടക്കത്തിൽ ആരും ഉറങ്ങുന്ന ഇഷ്ടമല്ലേ. ഇഷ്ടമാണ് സർ. ആ പിന്നെ രണ്ടാമത് ഉറങ്ങുമ്പോഴും അത് ചെറിയ തോതി കൈവിട്ടുപോയി. യെസ്. കൃത്യമായിട്ടൊന്ന് പാടിയാലോ? ഓക്കെ സർ. നീ ഉറങ്ങുന്ന അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. യെസ് സർ. അതിന് നമ്മൾ ഞെട്ടേണ്ട ഒരു അവസ്ഥയില്ല. അവിടെ ഒരു ആവശ്യമില്ലാത്ത അതെന്തായിരുന്നു യക്ഷനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം. സർ, എന്തോ ഒരു ചെറിയൊരു മൈൻഡ് ബ്ലോക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ. അല്ലെ രണ്ടാമത്തെ തൊട്ട് യക്ഷന് തെറ്റത്തില്ല ഉം. യെസ് അല്ലേ? ആ നീ ഉറങ്ങുന്ന ഒന്ന് പാടാമോ? നിദ്രമീ അതൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. നീ ഉറങ്ങുന്ന നിരാലംബ ശയ്യയിൽ നിർനിദ്രമീ. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ അതിനാ പാടാൻ പറഞ്ഞു. അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പിന്നെ ആ സ്വരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പം അതിലൊരു ഒരു ഗ്രഹഭേദം നടത്തിയിട്ടില്ലേ? അത് എന്താണത് പറയൂ. അത് നമ്മൾ കേൾക്കുന്നവർക്ക് കൂടെ മനസ്സിലാവണ്ടേ. ഇപ്പം ഈ പിള്ളേർക്കൊക്കെ മനസ്സിലാവണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തോ? അത് ഒരു മേളില് ഗാല് പോയിട്ട് അത് താഴെ ധാല് ലാൻഡ് ചെയ്തു. പിന്നെ ധാന് തന്നെ സാ ആക്കി. സരിമാപ്പ ധ മ രി. പിന്നെ രീ യമനില് നിഷാദമായി. അപ്പൊ അത് തിരികെ ലിങ്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്തു. ഇല്ല ഷഡ്ജാകുമ്പം നീ ആണ് രീ, അത് ഓബ്വിയസ്. Yes, അത് sir. എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പാടണം. അത് ഒന്ന് പാടി കാണിച്ചാലും മതി. പക്ഷേ ഗഗമദ നിരി ഗദ്ദഗാരി നിരി നിദ മനീദ സരിമ പദ മദ പമരി ഒന്നുകൂടെ കറക്റ്റ് ആവണം. നിരി ഗരി നിദ മദ നിദ മഗരി നിരഗ മദ നിരഗ സാ. ഗുഡ്, താങ്ക് യു സർ. കൊള്ളാം. അത് സ്വരങ്ങൾ വർജ്യം ചെയ്യാതെ അത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ ഇതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ചെയ്തല്ലോ, അത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. അത് വൃത്തിയായിട്ട് പാടി കേട്ടോ യശ്. പ്രത്യേകിച്ച് അത് ഒക്കെ മനോഹരമായിരുന്നു. ഒരു ചെറിയ ഫൈൻ കറക്ഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ അത് എന്താ പറയണ്ട, നമ്മളതിൻ്റെ ആത്മാവറിഞ്ഞ്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആത്മാവറിഞ്ഞ് പാടാം. ആത്മാവറിഞ്ഞ് തന്നെ പാടിയിട്ടുണ്ട് യശ്, ഒരു സംശയവുമില്ല. അപ്പം അതിന് കിട്ടേണ്ട വികാരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് വേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഷാനിക്ക, യശ ഉഗ്രനായിട്ട് പാടിയത്. താങ്ക് യു സർ. താങ്ക് യു സർ. കാരണം നമ്മളിപ്പോൾ ഏത് പാട്ട് എടുത്തിട്ട് അതൊരു അൺപ്ലഗ്ഡ് സെഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് അൺപ്ലഗ്ഡിൻ്റെ വെച്ച് ഒരു കൾച്ചർ കൊണ്ടുവരണം. അതെന്തായാലും യശ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ആകെ ഫീൽ ചെയ്തത് പ്ലാൻസിന് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാം എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ബാക്കി ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കായിരുന്നു. പിന്നെ നീ ഉറങ്ങുന്ന അതായിരുന്നു ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതുവരെ പാടി വന്നതിൻ്റെ ഫാഷൻ ചെറുതായിട്ടൊന്ന് മാറി നിന്ന പോലെ തോന്നി. ബാക്കി ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു സർ. കേട്ടോ, അത്രേ ഉള്ളൂ. താങ്ക് യു ചേച്ചി. യശ് മാം. ഓ സൂപ്പർ സോങ് സെലക്ഷൻ, ഉഗ്രം പാട്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഏകദേശം യശ് പാടിയതെല്ലാം അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുഴുവനും സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യഷിൻ്റെ സ്പെഷ്യലി നമ്മുടെ ഓർക്കസ്ട്ര
വായിച്ചതും എല്ലാം ഭംഗിയുണ്ടായിരുന്നു, മനോഹരമായിരുന്നു. രസമാണ് ആക്ച്വലി, കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. ബട്ട് എനിക്ക് തോന്നിയത് സാർ പറഞ്ഞ അതേ കാര്യങ്ങൾ കുറച്ചുകൂടി അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് സാർ പറഞ്ഞു തന്നു. പിന്നെ ഇപ്പൊ അതിന്റെ മേലെ വീണ്ടും പറയുന്നില്ല. ഓക്കെ, മാർക്സ് ചോദിക്കാം. യെസ് ശരത് സർ. യശേ യെസ് സർ. ചുമ്മാ എനിക്ക് ഗസ് 9.3. എന്നാ എന്റെ എളിമയിൽ 9.8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. നല്ല എളിമയുള്ള ആളാട്ടോ സാർ. ചേച്ചിന് ചേച്ചിയുടെ എളിമ നോക്കും. എന്റെ എളിമയില് 9.8 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു. ഷാനിക്ക. ഇന്ന് എനിക്ക് നല്ല എളിമയുണ്ടല്ലേ? അതെ. ഇട്ടോളൂ. ഓക്കെ, സോ ടോട്ടൽ 19.6. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. Yes. Superstar. Amritwani Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, യെസ്, നമുക്കൊരു ഫാമിലിയെ ക്ഷണിച്ചാലോ നമ്മുടെ ഈ കുടുംബത്തിലേക്ക്? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അജൽ ആൻഡ് ഫാമിലി. അരേ അജൽ, ആവോ. മാളു, ഇന്നെനിക്ക് നിന്റെ വീട്ടിലാ പണി. ആണോ? നിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇന്ന് പണിക്ക് വന്നത്. അയ്യോ, പക്ഷെ കാണാൻ പറ്റത്തില്ല. അത് പറഞ്ഞാ എങ്ങനെ? അച്ഛനെങ്ങാനും അറിഞ്ഞ എന്നെ കൊല്ലും. ദേ മാളു, എങ്ങനെയാലും കണ്ടേ പറ്റൂ. ഷോ, അങ്ങനെയൊന്നും പറയില്ല ഏട്ടായി. ഒരു കാര്യം ചെയ്യും, ചേട്ടായി അവിടെ ഇരുന്ന് ഉറക്കെ ഒരു പാട്ട് പാടിയാൽ മതി, ഞാനിവിടെ ഇരുന്ന് കേട്ടോളാം. പാട്ടോ? എടി പെണ്ണെ, ഞാനിവിടെ പണിക്ക് വന്നതാ. സിനിമയിലൊക്കെ പാടിക്കൊണ്ട് ജോലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പാട്ട് പാടിയില്ലെങ്കിൽ ഞാൻ മിണ്ടൂല, കാണൂല, ബ്ലോക്കും ചെയ്യും. ഓ ശരി ശരി ശരി, പാടാം. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. പുന്നാര പെരുന്തച്ഛനെ ബിരുദ കൊണ്ട് ഭൂലോകം ചമച്ചവനെ, കാണാത്ത മരമരത്ത് കനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ, ഒരു ചാണോളം നീളത്തിൽ ഉയിരിനൊരുവം താ. കച്ചില് തടിയട് കൈകൊടു മെയ്കൊടു തക്കിട തരികിടതോ, ആ കച്ചിലൊരുളിയിട് കുറിയിട് കോലിട് തകതിമി തകതിമിതോ. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാം, നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം. തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാം, നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം. 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം, 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം. കോവിലിലെ കൊടിമരവും പാടിയിലെ പടുമരവും നീ കൈവച്ചാൽ പൊന്നാക്കും കലയുടെ മറിമായ. ദേവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്.
കൊട്ടുവടിവാളും നാളെ കൊത്തുപണി ചെയ്യാനായി ചേറ്റുമണലമ്മച്ചിക്ക് ചോറ്റുകലമുണ്ടാക്കാം. കൊട്ടുവടിവാളും നാളെ കൊത്തുപണി ചെയ്യാനായി ചേറ്റുമണലമ്മച്ചിക്ക് ചോറ്റുകലമുണ്ടാക്കാം. ഇല്ല മുഴക്കോലാലെന്നും വല്ലായ്മകൾ ഞാൻ തീർക്കാം. ഇല്ല മുഴക്കോലാലെന്നും വല്ലായ്മകൾ ഞാൻ തീർക്കാം. പള്ളികളും പഴമലയും കോവിലകം തിരുനടയും ഈ കൈവച്ചാൽ കണ്ണാക്കും കലയുടെ ഗുണപാഠം. ദേവാരം നോക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തരതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില്. ഉന്നാര പെരുന്തച്ചനെ വിരുത് കൊണ്ട് ഭൂലോകം ചമച്ചവനെ കാണാത്ത മരമറുത്ത് കനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ ഒരു ചാണോളം നീളത്തിൽ ഉയിരിനൊരുരുവം തകതിമി തകതിമി തച്ചടു തടിയിട് കൈകൊടു മെയ്കൊടു തക്കിട തരികിടതോ ആ തച്ചിടൊരുണിയിട് കുറിയിട് കോലിട് തകതിമി തകതിമിതോ. ദേവാരം നോക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തനതന്നാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില്. സാറേ എന്നാ ചടങ്ങ് തുടങ്ങിയാലോ? ഏയ് തുടങ്ങാറായില്ല. കട്ടള വെക്കുമ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ കൂടി വേണ്ടേ? ആ അതിനല്ലേ സാർ ഇവിടെ നിൽക്കുന്നത്. ലക്ഷ്മി ഇതെൻ്റെ ഡ്രൈവറുടെ ഭാര്യ. ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അയാൾ മരിച്ചുപോയി. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ആ അപകടത്തിൽ വണ്ടി കൊണ്ട് ഇടിച്ചു നിർത്തിയത്. പ്രായശ്ചിത്തവോ പ്രത്യുപകാരമോ ഒന്നുമല്ല, ഇതവൻ്റെ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിക്കും പിള്ളേർക്കും ഉള്ളതാ ഈ വീട്. സാറിപ്പോൾ കാണിച്ചൊരു വലിയ മനസ്സ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പലർക്കും ഇതൊക്കെ ചെയ്യാൻ മടിയാ. ഈ വീടിൻ്റെ പണിക്കുള്ള കൂലി ഞങ്ങൾക്ക് വേണ്ട. ഏയ് അതൊന്നും കുഴപ്പമില്ല. അല്ല സാറേ, ഒരുപാട് കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ സാറിൻ്റെ കൂടെ ഉണ്ട്. മോനാണല്ലേ, അങ്ങനെ ഒന്നും മേടിക്കില്ല എന്ന് വാശി പിടിക്കരുത്. എന്നാ പിന്നെ സാറിൻ്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചേരാൻ പറ്റുമോ? എൻ്റെ വിലയിട്ട് ഇഷ്ടത്തില്ല. Amrithveni Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges? Yes. Ajal and family. എല്ലാ മിക്കവരുടെയും പേരൻസ് സൂപ്പർ സ്റ്റാറിന്റെ ഈ ഫ്ലോറിലല്ലേ പോലും ഈ പരിസരത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവരാദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്കൊന്ന് വരുന്നത്. ഞങ്ങൾ എത്ര നാളായിന്നറിയോ കാത്തിരിക്കണേ. അപ്പൊ ഇതുവരെ ഈ പരിസരത്ത് ഒന്നും വന്നിട്ടില്ലേ? ഇല്ല. അച്ഛാ അജിൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ആ വരുന്നത്. ഒറ്റയ്ക്കാണോ വരുന്നത്? ഇവനുണ്ടെങ്കിൽ ആ ഏരിയ വരത്തില്ലെന്നാണ് ഫാമിലി പറയുന്നത്. അല്ല അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി, അതെ, തെളിയിച്ചു. ഒറ്റയ്ക്ക് പാടിയവൻ ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തി ഇവിടെ. എന്താ അച്ഛന്റെ പേര്? അതെ, എന്റെ പേര് ഉദയകുമാർ. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ? ഞാൻ കാർപ്പൻട്രി വർക്കാണ്. ഓ ഓക്കെ. ആ പുറകെ നിൽക്കുന്നത് പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിന്റെ അച്ഛൻ. ഇത് അജലിന്റെ കൊച്ചച്ഛനാണ്. അജലിന്റെ കൊച്ചച്ഛനാണ്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? അച്ഛൻ ഇനിയുണ്ടോ വേറെ ഇനി കൊച്ചന്മാരുണ്ടോ? രക്ഷപ്പെട്ടു. എന്റെ പേര് ലിജിത്ത് എന്നാണ്. എന്താ ചെയ്യുന്നത്? കാർപ്പൻട്രി വർക്ക് തന്നെയാണ്. ഓ ഓക്കെ. അമ്മ എന്റെ പേര് സജിത. പാവം. ഞാൻ രാവിലെ പരിചയപ്പെടാൻ പോയപ്പോഴും ഇങ്ങനെ നിക്ക അജലിന്റെ പുറകില്. ഓക്കെ. ഇവൻ എങ്ങനെയാണ് വീട്ടില്? അതെ, ആ അമ്മ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയുടെ മനസ്സിലുള്ളതൊക്കെ അമ്മ തുറക്ക്. കുഴപ്പമൊന്നുമില്ല, വീട്ടില് നല്ല കുട്ടിയാ. അയലത്തുകാർക്കോ? ആർക്കും അവനെ കൊണ്ടൊരു ഒരു പ്രശ്നമില്ല. അത് സ്വന്തം അമ്മ അങ്ങനെയല്ലേ പറയൂ. അയൽപക്കത്തുള്ള ആരും ഇവിടെ ഇല്ലല്ലോ നമുക്ക് ചോദിക്കാൻ. എന്നാലും അജലിന്റെ ഒരു കുരുത്തക്കേട് എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് കുരുത്തക്കേടൊന്നുമില്ല. പ്രത്യേകിച്ചൊരു കുരുത്തക്കേടൊന്നുമില്ല. പുറത്തിറങ്ങത്തതേ ഇല്ല. ആണോ? ജയിൽ പുള്ളി വല്ലതാണോ? അത് ഒളിവിലാണോ? അല്ല, എന്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാരും അങ്ങ് പുറത്തു പോയി. അപ്പൊ പിന്നെ ഇപ്പൊ നാട്ടിലൊന്നും ആയില്ല. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ. ഇനി അടുത്ത ആള് പേരെന്താ? അതുൽ. അതുൽ ബ്രദറാണോ? അജലിന്റെ അനിയൻ. ഇത് എന്റെ കൊച്ചച്ഛന്റെ മകനാണ്. മകൻ. അജലിന്റെ ബ്രദർ. അജലിന്റെ ബ്രദർ ബ്രദറുണ്ട്. അവൻ മോൻ എന്ത് ചെയ്യുന്നു?
ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഓക്കെ. നന്നായിട്ട് പഠിക്കല്ലോ. അത് ഞാൻ പിന്നെ അജലിനെ പോലെ ആയിപ്പോ. പിന്നെ ആ സെൽഫി കുട്ടി ഏതാ? അത് എനിക്ക് ഈ സ്ക്രിപ്റ്റിനകത്ത് ഒരു ഫീമെയിൽ ക്യാരക്ടർ ആദ്യം ഇല്ലായിരുന്നു. പിന്നെ ആഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് പരിചയത്തിൽ ആരും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോ തേജസിന്റെ ഫാമിലിയിലുള്ള പ്രഫുല്ല എന്നാണ് പേര്. ഓ, തേജസ് പിന്നെ സെമിയിൽ എത്തിയല്ലോ, അതുകൊണ്ട് തേജസിന് ഇനി കുഴപ്പമില്ല. അതെ, ചേച്ചി പൊക്കോളൂ എന്നൊക്കെ. ഓക്കെ, പേരെന്തായിരുന്നു? പ്രഫുല്ല. പ്രഫുല്ല. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഏത് പഞ്ചായത്ത്? ശ്രീകറുപ്പ് പഞ്ചായത്തിൽ, കോട്ടയത്ത്. പഞ്ചായത്തില് എന്തായിട്ട് വർക്ക് ചെയ്യണം? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട്. എന്റെ അമ്മേ, ആണോ? അത്ര വലിയ വില്ലേജ് ഓഫീസറാണ് ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്തത്. സെൽഫി എടുത്തിട്ട് പോയി. വെളി വരുമ്പോ നമുക്ക് പറയല്ലേ പഞ്ചായത്തിലെ ആളൊക്കെ പഞ്ചായത്ത് ആളൊക്കെ വന്ന് സെൽഫി എടുത്തിട്ട് പോയ ഒരു വേദിയാണിത്. ഓക്കെ, അച്ഛന്റെ ആക്ടിങ് എന്റെ പൊന്നോ സൂപ്പർ ആയിരുന്നു. അച്ഛൻ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. ആണോ? ആദ്യമായിട്ടാണോ? നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു അച്ഛൻ. കോൺസെപ്റ്റ് നല്ലതാണ്. അതെ, അവസാനം നിന്റെ ആ വൃത്തികെട്ട ചോദ്യം ഒഴിച്ച് ഓഫർ ഒഴിച്ച് ബാക്കി എല്ലാം നല്ലതാണ്. അതെ, എല്ലാം അവസാനമായപ്പോഴേക്കും യഥാർത്ഥ അജൽ പുറത്തു വന്നു. മോനിങ്ങനെ വല്ല ഓഫർ പുറത്തിറക്കണ്ടാവോ അച്ഛാ? ഇല്ല. പാറു അതെങ്ങനെയാ പുറത്തേ ഇറങ്ങാത്ത ആള്? അല്ല, നമുക്ക് അറിയില്ലല്ലോ ചേച്ചി, വീട്ടിലിരുന്നിട്ട് ഫോൺ ഒരു ഓഫർ ഉണ്ടെന്നൊക്കെ. ഓക്കെ, ആരെങ്കിലും പാട്ടൊക്കെ പാടോ? കൊച്ചച്ഛൻ ചെറുതായിട്ടൊക്കെ പാടും. കൊച്ചച്ഛൻ പാടോ? വീട്ടിലെ പാട്ടുകാരനാ. അതാണ് കൊച്ചച്ഛൻ നല്ല പച്ച ജുബയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പാട്ടുകാരന്റെ പാട്ട് കേൾക്കാം. അതെ, കൊച്ചച്ഛന്റെ ഒരു പാട്ട്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലിതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു നേർത്ത തെന്നലലിവോടെ വന്നിൻ നിറുകിൽ തലോടി മാഞ്ഞുവോ, നിറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. കൊച്ചച്ഛനിനി വീട്ടിൽ പാടണ്ട, പുറത്തൊക്കെ നീ പാടിക്കോ കൊച്ചച്ച. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു കോൺസെപ്റ്റ്, നല്ലൊരു തീമില് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു ആ പഞ്ച് ഡയലോഗ്. അതെ, അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പൊ താങ്ക് യു സോ മച്ച് അജലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതില്. ഓക്കെ, താങ്ക് യു. ഓക്കെ അജൽ, ചോദിക്കാം. ഹലോ, ശരത് സർ. നല്ലൊരു ഓളമുള്ള നല്ലൊരു കൊഴുപ്പുള്ള പാട്ട്, അത് പ്രത്യേകിച്ച് അത് വരുമ്പം തന്നെ നമുക്ക് ആ ഗ്രൂപ്പ് വരുമ്പം തന്നെ നമുക്ക് ഒരു സുഖമാണ്. നന്നായിട്ട് പാടി അജൽ. ആ തുടക്കം മാത്രം ഒരു ചളുങ്ങിയ തുടക്കമായിപ്പോയി. തേവാല എന്തിനു പറ്റി? അത് സ്റ്റാർട്ടിങ് കയറിയപ്പോ എന്തോ ഒരു പ്രശ്നം, അറിയത്തില്ല. അത് നോക്കണം, പഴയ എഞ്ചിന് പോലെ ആവരുത് സ്റ്റാർട്ടിങ് ട്രബിൾ കേട്ടോ. ഒറ്റ അടിക്ക് എടുത്തോണം മോനെ, അതേ ഉള്ളൂ. വേറെ ഈ നിഷാദമായി ഇപ്പൊ ചരണം പാടുന്നില്ലേ? ചരണം ഒന്ന് പാടിക്കേ. കൊട്ടുവടിവാളും അതാ കൊട്ടുവാ കൊട്ടുവടി. അതല്ലേ? അപ്പൊ അതിനൊരു കൃത്യത വേണ്ടേ? അല്ല കൊട്ടുവടിക്ക് തല്ലും ഞാൻ. കൊട്ടുവടിവാളും നാളെ ഇങ്ങനെ സെവനെന്ന് എഴുതിയല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. കൊട്ടുവടി കൊട്ടുവടി കൊട്ടുവടിവാളും നാളെ കൊത്തുപണി ചെയ്യാനായി
ചേറ്റുമണലമ്മച്ചിക്ക് ചേറ്റുമണലമ്മച്ചിക്ക് ചോറ്റുകലമുണ്ടാക്കാം. അതൊക്കെ നോക്കണം. ഇതൊക്കെയാണ്, അല്ലാതെ ഈ ഇതിനകത്ത് നമ്മൾ കൊല പറിച്ച് കീറേണ്ട കാര്യമൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ നിങ്ങളുടെ ആ കോൺസെപ്റ്റും. പിന്നെ എല്ലാം നല്ലതായിരുന്നടാ. ഒരു നന്മ നിറഞ്ഞ ഒരു സംഭവമാണ്. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പണിക്കൂലി വേണ്ട എന്ന് പറയുന്നത്. അതുവരെ എനിക്ക് സന്തോഷമായിരുന്നു. അവസാനം നിന്റെ ആ ഒരു തേപ്പ് സംഭവം ചോദിച്ചില്ല. ചോദിക്കുന്നടാ വളരെ സിമ്പിൾ ആയിട്ട് വെറുതെ. എന്തൊക്കെയായാലും നല്ല രസം ഉണ്ടായിരുന്നു. ചില മൊത്തത്തിൽ നമ്മുടെ കോറസ് ആരൊക്കെ ആയിരുന്നു? ആ നല്ല ആളുകളൊക്കെ അതിനൊക്കെ കോറസ് പാടിത്തരുന്നത്. സെമി ഫൈനലിസ്റ്റ്. അത് തന്നെ നിനക്കൊരു വമ്പൻ വിജയമാണ് നിന്നെ സംബന്ധിച്ച്. പിന്നെ മൊത്തത്തിൽ നല്ലതായിരുന്നടാ. അതൊരു മൊത്തത്തിലൊരു നല്ല ഓളം ഉണ്ടായിരുന്നു അതില്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ചേച്ചി എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു. ഭയപ്പെടാതെ മനോഹരമായിട്ട് പാടിക്കോ. നമുക്ക് ശരിയാക്കി എടുക്കണം. ഇനി സെമി ഫിനാലെ ഒക്കെ ഉള്ളതാ. ഈ ഒരു പാട്ട്, ഈ ഒരു പടം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് കുറേ കാര്യങ്ങൾ തന്ന ഒരു പടമാണ് രസതന്ത്രം. അതിൽ ഒന്ന് സൂപ്പർ ഹിറ്റായി മാറ്റിയ, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കേട്ട് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ആറ്റിൻകരയോരത്ത് ഇതിലായിരുന്നു. അതേപോലെ കിട്ടിയ വേറൊരു ഭാഗ്യം, ആദ്യമായിട്ട് ലാലേട്ടനോട് ഞാൻ സംസാരിക്കുന്നത് ഫോണിലൂടെ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സമയത്താണ്. പാട്ട് ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം പാട്ട് നന്നായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് ലാലേട്ടനോട് ഫോണിൽ സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ ഓർക്കുന്നു ആ ഒരു സംഭവം. പിന്നെ ഈ പണ്ട് പറയല്ലോ കോൾ ഷീറ്റ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു പാട്ട്, ഉച്ചയ്ക്ക് ഒരു പാട്ട്, വൈകിട്ടൊരു പാട്ട്, അങ്ങനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ പടത്തിൽ 2 പാട്ട്, ഒന്ന് പൊന്നാവണിപ്പാടം, അതുപോലെ ആറ്റിൻകര, അത് 2 കോൾ ഷീറ്റായിട്ട് റെക്കോർഡ് ചെയ്ത ഒരേ ദിവസം റെക്കോർഡ് ചെയ്തത്. അപ്പം ഇപ്പോഴും ഓർക്കുന്നു. അന്ന് വേറൊരു ഭാഗ്യം കൂടെ കിട്ടി. ആറ്റിൻകര പാടിക്കഴിഞ്ഞ് ഇറങ്ങി ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ കൺസോളിൽ തന്നെ നിന്നിട്ട് സാറ് മുമ്പിൽ നിൽക്കും ഇങ്ങനെ പാടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്ക് ബാക്കിയിൽ കമൽഹാസൻ സാറ്, അദ്ദേഹം ആ കൺസോളിലേക്ക് കയറി വരികയായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരെ ഫ്രണ്ടിൽ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് സമ്മാനിച്ച ഒരു മൂവിയാണ് രസതന്ത്രം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കെമിസ്ട്രിയാണ് ഈ പടവുമായിട്ട്, രസതന്ത്രമായിട്ട്. ഗോഡ് ബ്ലെസ് യു ഡാ. നല്ലതായിട്ട് പാടി. ഇനിയും മനോഹരമാവട്ടെ. താങ്ക് യു ചേച്ചി. ഷാനിക, അതിൽ എന്നാലും പാട്ട് പാടി തന്നിട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഇത് ആദ്യമായിട്ടാണ്. അത് ശിവനന്ദ സാർ ഡബ് ചെയ്തേക്കുന്നത്. ശിവനന്ദയാണോ ഡബ് ചെയ്തത്? ഓക്കെ, അതും നല്ലത്. ഞാൻ ചോദിക്കാനിരിക്കുന്നത് ആരാണ് ഡബ് ചെയ്തതെന്ന്. അത് ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നത്, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വിനീതാണ് ഈ പാട്ട് പാടിയത്. ഞങ്ങള് ഇന്നലെ രാത്രിയും കൂടെ നമ്മൾ സംസാരിച്ചു. വിനീത് കാനഡയിലാണ്. തേവാരത്തിന്റെ വീഡിയോ വന്നിട്ടുണ്ട്, മീൻസ് കാനഡയിൽ പാടുന്നത്. അതാണ് ഈ രാജാ സാറിന്റെ സോങ്സിന്റെ ഒരു ഭയങ്കര വലിയൊരു ഇതാണ്. അതായത് അവിടുത്തെ ഏതൊരു ഓഡിയൻസ് ഇത് ഷൂട്ട് ചെയ്തിട്ടിട്ട് അവൻ തേവാരം പാടുമ്പോഴേ എല്ലാവരും അങ്ങ് കൂടെ പാടി അതങ്ങ് അർമാദിക്കാണ്. പിന്നെ അവന്റെ സ്റ്റേജിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. അവൻ ഇന്നലെ വിളിച്ചത് ഭയങ്കര വികാരം കൊണ്ടിട്ടാണ്. കാരണം നമ്മുടെ പാട്ടുകൾ അളിയാ ഇപ്പോഴും ഇവിടെ ഭയങ്കര രസമാണ്, എല്ലാവരും പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കണ്ട വീഡിയോ തേവാരത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇന്ന് തേവാരം പാടിയതും കൂടി ആയപ്പോൾ അതൊരു ഭയങ്കര ഒരു കണക്ട് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു ആചാലെ. ഈ പാട്ടെന്ന് പറയുന്നത് ഒരു എടുപ്പാണ്. തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാം പുഷ് ചെയ്ത് പാടേണ്ട ഒരു പല്ലവി ആണെങ്കിലും ശരി, അനുപല്ലവിന്റെ ബിഗിനിങ്. എനിക്ക് ആകെ പല്ലവിന്റെ ആ ബിഗിനിങ്, ആ ഒരു തേവാരം ഒന്ന് ചളുങ്ങി. ബാക്കി അതർവൈസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു എടുപ്പ്, ആ ഒരു പുഷ്, ആ ഒരു ഗുമ്മ്. കാരണം ഓൾമോസ്റ്റ് വിനീത് പാടിയതിൻ്റെ ആ ഒരു കൾച്ചർ റീക്രിയേറ്റ് ചെയ്യാൻ അജലിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹോൾ ആക്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മുടെ അശോകേട്ടൻ്റെ ഒക്കെ ഒരു ലുക്കിൽ നേരെ പെണ്ണിന്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നാ പിന്നെ പിന്നെ ഈ പാട്ടിന്റെ വിഷ്വലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ? ക്യാമറയിലോട്ടൊക്കെ പോകേണ്ടി വരുമോ നമ്മൾ? ബിഹൈൻഡ് ദ ക്യാമറ പോവാം. എഡിറ്റ് ചെയ്തത് സതീഷ് ചേട്ടനാണോ? എഡിറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം സതീഷ് ഭായി ആണ്. തേവാരം എന്ന് പറഞ്ഞ പാട്ട് എഡിറ്റ് ചെയ്തത് സതീഷ് ഭായി ആണ്. സതീഷ് ഭായിക്ക് വലിയൊരു കൈയാണ്. അപ്പൊ അത്രേ ഉള്ളൂ അജലെ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ചേച്ചി
അജലിന് 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. അജലേ സാർ 9.2. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക. അജല കുജലേ സാർ താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.4.